ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുക വ്ളോഗ്സ്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ പുറത്താണ് കേട്ടോ. ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ ടീച്ചറുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു വീഡിയോയുടെ പകുതിയാക്കി. അന്ന് എനിക്ക് സർപ്രൈസായിട്ട് കുട്ടികളെ കേക്ക് തന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു ലോങ് വീഡിയോ ഇടാനുള്ള ലെങ്ത്ത് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 1K ആയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കണം. 1K ആയി. ഇപ്പോൾ 1.6K ആയിട്ട്, അതായത് 1060 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ലൈവിൽ എല്ലാ ദിവസവും നമുക്കിത് നൈറ്റ് 9 to 10 ടൈമിൽ എല്ലാ ദിവസവും കമ്പൽസറി ഞാൻ ലൈവിൽ കയറാറുണ്ട് കേട്ടോ. പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം, വേഗം മോണിറ്റൈസേഷൻ ആക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ല ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്തായാലും ആ ലക്ഷ്യത്തിലെത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും പ്രയത്നിക്കും കേട്ടോ. പിന്നെ ഇതെല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. ഇന്ന് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ? സുഖമാണ് എല്ലാവർക്കും. എൻ്റെ ലൈവിൽ കയറുന്ന കുറേ ചേട്ടന്മാരും കുറേ അനിയന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ലൈവിൽ വരുന്ന കുറേ ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരാണോ അനിയന്മാരാണോ എനിക്കറിയില്ല. പക്ഷേ കുറേ പേരുണ്ട്. സുമേഷ് ബ്രോ, രാജ്, പിന്നെ രാജേഷ്, പിന്നെ വലിയേട്ടൻ, എൻജോയ് സ്റ്റേജ്, പ്രിൻസി, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാർ, അനിയന്മാരെല്ലാവരും ഉണ്ടാവും. പിന്നെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് വലുതാണ് കേട്ടോ. ഒരുപാട് ഞാൻ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ലൈവ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. നാളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അപ്പോൾ അവരെ വെച്ചിട്ട് വീഡിയോ ചെയ്യാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പേര് കാണുന്നുണ്ടെന്നൊക്കെ കണ്ടപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നി. പിന്നെ അവരെ വെച്ചിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റാണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ എത്രമാത്രം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ശമ്പളം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട്, അതിൽ ഓരോ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ആളാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ട് വളർന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെയായത് കേട്ടോ. ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒന്നിലും ഞാൻ സക്സസ് ആയിട്ടില്ല കേട്ടോ. സക്സസ് ആവാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കുറേ തടസ്സങ്ങൾ തന്നെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഞാൻ കയറി ഇന്നിപ്പോൾ നിൽക്കുന്ന ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ ഒരുപാട് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് എൻ്റെ സാറിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സാറ് ഞങ്ങളെ വിട്ട് പോയിട്ടിപ്പോൾ 1 വർഷം ആവാറായി. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞങ്ങളുടെ സാറ് മരിച്ചത്. ഇപ്പോൾ സാറിൻ്റെ വൈഫും മോനും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. എല്ലാവർക്കും പേഴ്സണലി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. മേഡമൊക്കെ ഒരുപാട് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണാനും മേഡം എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വംശ രക്ഷപ്പെടുത്തെ അങ്ങനെയൊക്കെ പറയും. ഞാനൊന്നും അവരുടെ ആരുമല്ല, വേറൊരു സ്റ്റാഫ് മാത്രമാണ്. പക്ഷെ അവരൊക്കെ നമ്മളതിനെ ഒരു അനിയത്തിയെ പോലെ കണ്ട് അങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് വലിയ ഹാപ്പിനെസ്സാണ് കേട്ടോ. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് അതൊക്കെ. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ അനിയത്തിമാരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ കുട്ടികൾ, അവരെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. എൻ്റെ മക്കൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് വേണം കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റുഡൻസ്, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം സാറിൻ്റെ മരണം പെട്ടെന്നായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ അതിനൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അടുത്ത വർഷം നല്ലോണം കുട്ടികളെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കുട്ടികളെയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. നല്ല സപ്പോർട്ടാണ്. അവരെൻ്റെ വീഡിയോസ് കാണും, എൻ്റെ ലൈവിൽ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, പിന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അവരെനിക്ക് തന്ന ആ ഗിഫ്റ്റ് ഒരു കേക്കാണെങ്കിൽ കൂടെ അതെൻ്റെ മനസ്സ് ശരിക്കും നിറച്ചിട്ട് അത്ര എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അവിടെ ആ കേക്ക് വാങ്ങിച്ച് ഇവിടെ കട്ട് ചെയ്യുമെന്നുള്ളത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് 1K ആയിക്കഴിഞ്ഞാൽ ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് അതിൻ്റെ സെലിബ്രേഷൻ ഇവിടെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോളേജ് തുറന്ന ആ ദിവസത്തിൽ ഇവർ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ചെയ്തു. അതുകൊണ്ട് ഞാൻ 1K ആയ കാര്യം അവരോട് പറഞ്ഞില്ല, കേക്ക് മുറിക്കുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം അന്ന് ഉച്ചയ്ക്കാണ് അവരെനിക്ക് തിരിച്ച് സർപ്രൈസ് തന്നത്. അപ്പം എൻ്റെ മക്കളോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ടീച്ചറും കൂടി നിന്ന് കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് കഴിച്ചു. ഞാൻ അവർക്കും ചിലവ് ചെയ്ത് കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഓരോ പപ്സ് വാങ്ങിച്ചു കൊടുത്തു. കേക്ക് വാങ്ങിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. തലേ ദിവസം കേക്ക് കഴിച്ചതല്ലേ, അപ്പോൾ കേക്ക് വാങ്ങിച്ചില്ല, പപ്സാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അവരുടെ മനസ്സും എൻ്റെ മനസ്സും ഒരുപോലെ നിറഞ്ഞെന്ന് പറയും. ഹലോ മൈ ഗൈസ്, ഞങ്ങൾ ടീച്ചർക്ക് വാങ്ങിച്ചതിൻ്റെ കേക്ക് കൊണ്ടാണ് പോണത്. ടീച്ചർക്ക് അറിയില്ല, നമുക്ക് പോയേക്കാം. ലെറ്റ്സ് ഗോ. ഗൈസ്, മിസ് ഇവിടെ അല്ല, അപ്പുറത്താണ്. നമുക്ക് പോയേക്കാം. ആ ബോർഡ് മായിച്ച കാർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അന്ന് കേക്ക് കട്ട് ചെയ്ത് എനിക്ക് സർപ്രൈസ് തരുന്ന വീഡിയോ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾക്ക് മോണിറ്റൈസേഷനായി ഒരു വരുമാനം കിട്ടി തുടങ്ങിയതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നിങ്ങൾ ഷോർട്സൊക്കെ കാണുന്നുണ്ടോ, തെറ്റുകളുണ്ടെങ്കിലൊക്കെ പറയണേ. പരമാവധി ഞാൻ ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.